റീലിൽ വൈഫൈ സ്പീഡ് കിട്ടുമെന്ന് ആ ഒരു സ്പോട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കിട്ടുന്നു വൈഫൈ അടിപൊളി സ്പീഡാണ് കേട്ടോ ഈ ഒരു ബസ് സ്റ്റാൻഡ് വൈഫൈ. ആദ്യം ടയർ ശരിയാക്കുന്നു, പിന്നെ ക്രാഷ് കാർഡ് ഇടുന്നു. ഫുൾ ഉടായ്പാണല്ലോടാ. ഫേമസ് ആയാലും കഞ്ഞിയും വേറുമാണെന്ന്. ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യാറ്റിൻകര പെരുമ്പരുത്തൂർ വണ്ടന്നൂരാണ്. അപ്പോൾ വണ്ടിയുടെ കവറൊക്കെ രാവിലെ ഇറക്കിയിടെയാണ്. നമുക്കിനി രാവിലെ ഇന്നത്തെ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തമ്പാനൂരാണ്. അതേപോലെ ഇന്ന് പ്ലാൻഡ് ഒന്നും മീൻസ് ഇതിൻ്റെ ട്രിപ്പ് ഫിക്സ് അല്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി കാര്യം പറയാം. നമ്മളെ തമ്പാനൂർ ബൈക്ക് പാർക്കിംഗ്. അപ്പോൾ ഇത് 20 രൂപയേ ഉള്ളൂ. നമുക്ക് വൈകിട്ട് വരെ വണ്ടി ഇവിടെ സുഖമായിട്ട് വയ്ക്കാം. രണ്ട് ബുള്ളറ്റിന് എങ്ങനെയൊക്കെ സൈഡാക്കിയാണ് എൻ്റെ വണ്ടി ഒന്ന് സെറ്റാക്കി എടുത്തത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് കാണാം. ഇനി വൈകിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പം 20 രൂപയേ ഉള്ളൂ. 20 രൂപയ്ക്കകത്ത് കുഴപ്പമില്ല കേട്ടോ. ഒരു ഫുൾ ഡേ നമുക്ക് സുഖമായിട്ട് വണ്ടി വെച്ചിട്ട് പോകാം. അപ്പോൾ അതാണ് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി നമുക്കിനി ശംഭുവിനെ വിളിക്കണം. ഇനി ശംഭുവിൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് പോകണം. പിന്നെ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ വീഡിയോസ് ഇപ്പോൾ ഇട്ട് തുടങ്ങിയത്. മീൻസ് ഫസ്റ്റ് വീഡിയോ ആണ് കുറേ നാൾ കഴിഞ്ഞ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ഞാൻ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ മിക്കവാറും വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഐ ലവ് മൈ TV. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ്. അവിടെ ഞാൻ അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ഞാനിപ്പം വെയിറ്റ് ചെയ്യുന്നത് നമ്മളെ ശംഭുവിന് വേണ്ടിയാണ്. അപ്പോൾ ശംഭുവാണ് നമ്മൾ ഇന്നത്തെ ഡ്രൈവർ. അവൻ്റെ വണ്ടിയിൽ അവൻ്റെ സ്പ്ലെൻഡറിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് പറഞ്ഞതും. എൻ്റെ വണ്ടി ഞാൻ പാർക്കിങ്ങിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിയാണ് നമ്മളെ നെയ്യാറ്റിൻകര കന്യാകുമാരി അങ്ങോട്ട് പോകുന്ന വഴിയാണ് അത്. ഇത് വന്നിട്ട് നമ്മൾ സിറ്റി, ഈസ്റ്റ് ഫോർട്ട്, പിന്നെ നമ്മുടെ ഡിപ്പോ, അങ്ങനെ. ഫെയറും എൻ്റെ നോർമൽ ഫെയറാണ്. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ വണ്ടി ഒതുക്കിയിട്ടാലും മീൻസ് കാറല്ല ബൈക്ക് ഒരു 20 രൂപയ്ക്ക് ആവുന്നുള്ളൂ. അപ്പോൾ സുഖമാണ് കേട്ടോ. 24 മണിക്കൂറല്ല, 12 മണിക്കൂറായാലും 24 മണിക്കൂർ 20-30 സ്കെയിലാണ്. അപ്പോൾ അതിൽ കുഴപ്പമില്ല. നമുക്ക് നോർമൽ ഫെയറിൽ വണ്ടി പാർക്ക് ചെയ്യാം അല്ലേ. പ്രൈവറ്റ് ബസ്സൊക്കെ കുറവാണ് കേട്ടോ. നമ്മളെ നോർത്ത് കേരള, സെൻട്രൽ കേരള പോലെയല്ല ട്രിവാൻഡ്രം. ഇവിടെ പ്രൈവറ്റ് ബസ് കുറവാണ്. ഇവിടെ കൂടുതലുള്ള നമ്മളെ KSRTC ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല. പിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട് എന്ന് അറിയില്ല, പെറ്റ് വല്ലതും കിട്ടുമായിരിക്കും. ഇവിടെ എന്തായാലും പാർക്കിംഗ് സംഭവിക്കും. നമ്മൾ ഈ ഒരു വഴിയില്ലേ, ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നാണ്. പാർക്കിംഗ് ചെയ്യണമെങ്കിൽ അകത്ത് പോകണം. പക്ഷേ അകത്തും പാർക്കിംഗ് ഫുള്ളാണ്. പക്ഷേ എൻ്റെ വണ്ടി കണ്ടുകൊണ്ടായിരിക്കണം അവർ പറഞ്ഞുകൊണ്ട് പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഇതാ വരെ നമ്മളെ കോഴിക്കോട് ലോ ഫ്ലോർ. അവധി ആയതുകൊണ്ടാവണം ഇന്നും എല്ലാം ഇവിടെ തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ശംഭുവിൻ്റെ എൻ്റെ സ്ഥിരം ചായ സ്പോട്ട് നമ്മളെ മലബാർ വൈറ്റ്സ്, കേശവദാസപുരം. മാരിയുടെ അതിവിദഗ്ധമായുള്ള ചായ അടി നമുക്കിപ്പം കാണാം. ചായ സെട്ടാ ബട്ടർ ബന്നും അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. ബട്ടർ ബന്നും ചായയും. ചാവിടാ. നമ്മളിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം കേശവദാസപുരത്താണ്. അതായത് ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും. ഈ ഒരു ആൽമരവും ജംഗ്ഷനും ഈ നമ്മളെ ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്തമോളജി ആ സംഭവം. എടാ നമ്മളെ റീലിൽ വൈഫൈ സ്പീഡ് കിട്ടുമെന്ന് ആ ഒരു സ്പോട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കിട്ടുന്നു വൈഫൈ അടിപൊളി സ്പീഡാണ് കേട്ടോ ഈ ഒരു ബസ് സ്റ്റാൻഡ് വൈഫൈ. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞ സ്ഥലമാണ് നമ്മളെ മലബാർ വൈറ്റ്സ്. ഇവനിവിടെ പറ്റുള്ളതുകൊണ്ട് ജീവിച്ചു പോകണം. ആ വഴി കൂടെ പോകുന്ന ശംഭുവിൻ്റെ വീട്. ശംഭുവിൻ്റെ ബൈക്ക് ഇരിപ്പുണ്ട്. ശംഭു, നീ ഫേമസ് അല്ലേടാ? എവിടെടാ? നീ എടാ നിനക്കില്ലടാ, നീ ഫേമസ് അല്ലേ, പേഴ്സണാലിറ്റി, സെലിബ്രിറ്റി. നാട്ടിലൊക്കെ തന്നെ അറിഞ്ഞു തുടങ്ങി കേട്ടോ. ഒരു ഷോർട്സ് ക്ലിക്കായത് നമ്മളെ ശംഭു ഫേമസ് ആയി. അല്ലേടാ? ബിഗ് ബോസ് വിളിക്കണേ. അപ്പോൾ നമ്മളെ ശംഭു അങ്ങനെ ഫേമസ് ആയി കേട്ടോ. നമ്മളിപ്പോൾ ഒരു കടയിൽ വെള്ളം വാങ്ങാൻ പോയപ്പോഴേ ഇപ്പോൾ ശംഭുവിനെ അവർ ഇങ്ങനെ പറഞ്ഞിട്ട് ചേട്ടാ വീഡിയോയിലുള്ള ചേട്ടനല്ലേ എന്ന്. അപ്പം അങ്ങനെ എന്നെ കൂടെ ഇങ്ങനെ റീൽസ് ഷോർട്സൊക്കെ കണ്ടാണ് ചോദിച്ചേട്ടാ. അപ്പോൾ ചേട്ടാ ഷോർട്സ് കിട്ടുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു സന്തോഷം. നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരെ കാണുന്നുണ്ട് എന്നൊരു സന്തോഷം. കുറേ നാളെ ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ശംഭുവിൻ്റെ വീട്ടിലാണ്. പാലോട്ട് പോകണം. അപ്പോൾ ശംഭുവേ അങ്ങനെ നീ ഫേമസ് ആയല്ലേ അളിയാ? എത്ര ഫേമസ് ആയാലും കഞ്ഞിയും വേറുമാണെന്ന്. അപ്പോൾ ശംഭു ഫേമസ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ വീഡിയോ പറഞ്ഞാൽ ഏകദേശം എല്ലാവരും ഇനിയിപ്പോൾ ഫേമസ് ആവാൻ തോന്നി. ഈ പോക്ക് കണ്ടിട്ട് ഞാൻ ഒഴിച്ച് എല്ലാവരും ഫേമസ് ആവുന്നു. പെട്ടെന്ന് ഒരാൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ആയിക്കോട്ടെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അറിയുന്നത് ആയിക്കോട്ടെ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? എൻ്റെ അതിൽ കുറച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യാനുള്ള വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളിനി
പോകുന്നത്. ഇവിടെ ദോശ കഴിക്കാനാ? ഒന്നും കഴിച്ചില്ലല്ലേ? നല്ല വിശപ്പുണ്ട് കേട്ടാ. നീ ദോശ കഴിച്ചിട്ട് വരാം. ആര് ഇവനെ സമ്മതിക്കണം, സ്വന്തമായിട്ടൊക്കെ വണ്ടി റിപ്പയർ ചെയ്ത് എടുക്കുകയാണ്. ശംഭു, നീ ഫുൾ പണിയാണല്ലോ ഇവിടെ. മറ്റേതും കൂടെ കിട്ടിയാൽ ഞാൻ ഹോളം കിടക്കായിരുന്നു. ഏത്? എവിടെയാണ് പറഞ്ഞോ. നമ്മളെ ബൈക്കില്ലേ കുറച്ച് മുമ്പ് വരെ ക്രാഷ് കാർഡില്ലായിരുന്നു ബൈക്കിൽ. അപ്പോൾ അത് വെപ്പിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ ഇവൻ്റെ മീറ്റർ കൺസോൾ അത് വെപ്പിക്കാനാണ്. അപ്പോൾ ഞാൻ ശംഭുവിനെ ഇവിടെ കിള്ളിയല്ലേ, കിള്ളിപ്പാലം പോവുകയാണ്. അപ്പോൾ ഇവൻ്റെ ബൈക്കെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്ത് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം ടയർ ശരിയാക്കുന്നു, പിന്നെ ക്രാഷ് കാർഡ് ഇടുന്നു, ഇനി എന്തൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഫിറ്റ് ചെയ്ത് പോവുകയാണ്. എന്തായാലും സംഭാവന വണ്ടി നോക്കിയാണ്, എല്ലാ ഫിറ്റിങ്ങും കഴിയും. അവസ്ഥയാണ് കേട്ടോ, അവസ്ഥ. നന്നാവണ സംഭവം വേറെ ഒന്നുമല്ല, റിപ്പയറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് റിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കോന്തകോം ഇതാകുമ്പോൾ എന്താറിയാമോ, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് അങ്ങ് പോകാമല്ലോ. മറ്റേ നമ്മൾ ഓരോ സാധനം വാങ്ങിച്ച് നിന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് രണ്ടുപേരും മെക്കാനിക്കായുണ്ട്, ശംഭുവിന് ഞാനും നമ്മളൊക്കെ മെക്കാനിക്കായുണ്ട്. നട്ടിൻ്റെ അളവ് കുറവേ ഉള്ളൂ അല്ലേടാ. അത് നമ്മൾ സെറ്റാക്കി എടുത്തോളൂ. അങ്ങനെ നമ്മളിതാ ഇനി അടുത്ത കിള്ളിയിലോട്ട് പോവുകയാണ്. കിള്ളിപ്പാലം പോവുകയാണ്. നമ്മളെ കേശവദാസപുരത്ത് അടിപൊളി ഒരു കടയുണ്ട് കേട്ടോ, തട്ടുകട പോലെ സെറ്റപ്പ്. അവിടുത്തെ കോംബോ കാണിച്ചു തരാം കേട്ടോ. ഇതേണ്ട 3 ബറോട്ട, ഒരു ബീഫ് ഗ്രേവി 89ൻ്റെ കോംബോ. പിന്നെ ബോയിൽഡ് എഗ്ഗും ഉണ്ട്, ഒരു ബോയിൽഡ് എഗ്ഗും ഉണ്ട് കേട്ടോ. അത് കോംബോ 89. അതേപോലെ 3 ദോശ, ഒരു രസവട, 2 പരിപ്പ് വട, സാമ്പാർ. ഇതെല്ലാം ചൂടോടെയാണ് കേട്ടോ. ഒരു 49 റുപ്പീസ്. കൊള്ളാം, നല്ല കോംബോ. നമ്മൾ കഴിച്ച് എങ്ങനെ ഉണ്ടോടാ? സൂപ്പർ അല്ലേ? നമ്മൾ ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇനി വീട്ടിൽ പോകണം. എങ്ങനെ ഉണ്ടായിരുന്നടാ ഫുഡ്? പൊളിയല്ലേ? നമ്മൾ കഴിച്ചത് 3 പൊറോട്ട, ഞാൻ കഴിച്ചത് 3 പൊറോട്ട, ഇവനോ 3 ദോശ, ലിവർ. കുഴപ്പമില്ല, വലിയ പൈസ ഒന്നും ആയില്ല. നോർമൽ ബഡ്ജറ്റിൽ നമുക്ക് കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഇവൻ്റെ വണ്ടിയുടെ മീറ്റർ വാങ്ങാൻ പോവാം. ഇതാണ് നമ്മളെ കീർത്തി സുരേഷ്, ശംഭുവിൻ്റെ ഫ്രണ്ട്. ഡി താങ്ക് യു ഫോർ കട്ടൻ. ആയിട്ട് ഒരാളെ കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ റംസിനെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ നേട്ടേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കിള്ളിയിലാണ്, നമ്മൾ കണ്ണൻ സ്പീഡോ മീറ്റർ ക്ലിനിക്കിലാണ്. ഒരിക്കൽ പറഞ്ഞത് ഇവിടെ വെച്ചിരിക്കണമെന്നാണ് മെക്കാനിക്ക് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നോക്കിയിട്ടാടാ, പെട്രോൾ ടാങ്ക് എല്ലാ മീറ്ററും ഉണ്ട്. ശംഭുവിൻ്റെ മീറ്ററും കിട്ടി. ചേട്ടൻ ഇപ്പോൾ തരുമെന്ന് പറഞ്ഞു. നടന്ന് വണ്ടി ശരിയാക്കണം, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇത് നേരിട്ട് കാണാൻ പറ്റും. ശംഭു ഓരോടത്ത് പോകുമ്പോൾ ഓരോ സാധനം സ്പെയർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മീറ്റർ നമ്മളെ സന്തോഷമായിട്ടാണ് എൻ്റെ പണിയെടുത്തത്. പക്ഷേ മീറ്റർ ഓക്കെ അല്ലല്ലേ, ഇതിൻ്റെ ബോർഡ് അടിച്ചു പോയി ചേട്ടൻ പറഞ്ഞ്. കുഴപ്പമില്ല, ഇത് നീ ഫിറ്റ് ചെയ്യുമല്ലോ? ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പറ്റുമോ? അപ്പോൾ ഇതെങ്ങനെ ഇപ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? പിടികൂടാ. ഇപ്പോഴത്തേക്ക് അങ്ങനെ ഇരുന്നോളൂ അല്ലേ? വീണം നമുക്ക് അടുത്ത ഫുൾ ഉടായ്പാണല്ലോടാ. ഇപ്പോൾ ട്രിവാൻഡ്രം PRSൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ ട്രീവിയൻ ക്രേസി ഫുഡ് ബ്ലോഗർ, ഇപ്പോൾ കൊടുക്കുന്ന പേരാണ് കേട്ടോ. ചേട്ടൻ എന്നെ കുറേ പ്രൊമോട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. ഞാനായിട്ട് വീഡിയോ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ചേട്ടനിപ്പോൾ എങ്ങനെ കണ്ടുപിട്ടി? ചേട്ടൻ്റെ ബൈക്ക് ഇതാണ്, ചേട്ടൻ്റെ ബൈക്ക്. ആരും കണ്ടില്ലെങ്കിൽ കാണിച്ചു തരാം. ചേട്ടൻ്റെ ഒരു വീഡിയോ കയ്യിൽ നിന്നും പോയി, ചേട്ടൻ്റെ സൗണ്ട് ഇടറിപ്പോയി എന്നൊരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇതാ വന്നത്. ചേട്ടാ ഇനി എങ്ങോട്ട്? നേരെ ഇനി ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് രാത്രി ഒരു 9 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ ചേട്ടൻ ഫുള്ള് പെയ്ഡ് പ്രൊമോഷനാണ് ചേട്ടാ. ഫ്രീ ഒരു പരിപാടിയില്ല, ഫുള്ള് പെയ്ഡാണ്. പെയ്ഡില്ല ഒരു പരിപാടിയില്ല. ഫ്രീ അല്ല, പിന്നെ ഷോപ്പുകളെല്ലാം നമ്മൾ ഞാനെല്ലാം ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് മീൻസ് വെച്ചാൽ അവിടെ പോയിട്ട് കഴിക്കുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു, ഞാൻ വരുന്നു. ഓക്കെ. ബാക്കി പെയ്ഡ് സംബന്ധിച്ചാൽ നോർമൽ ഒരു മീഡിയം ഷോപ്പുകൾ അല്ലെങ്കിൽ വലിയ ഷോപ്പുകൾ വിളിക്കുകയാണെങ്കിൽ മാത്രമേ പെയ്ഡാണുള്ളൂ. അല്ല പോയി കഴിക്കുന്നതിന് ഞാൻ പൈസ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം കുറേ ഫുഡ് ബ്ലോഗർമാരെ കാണാൻ പറ്റും കേട്ടോ ഈ ട്രിവാൻഡ്രത്ത് വന്നിട്ട്. അങ്ങനെ ഒരു ഫുഡ് ബ്ലോഗറെ കണ്ടുപിട്ടി സിനിമ എടുക്കാം. അവൻ നീ സിനിമയിലായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ.